ഇതാണ് ഞാൻ പറഞ്ഞ തോട്ടം. അവർ 80 ലക്ഷം പറഞ്ഞു. നമുക്കൊരു 75-ന് കച്ചവടം അടിക്കാന്ന്. തോട്ടം വലിയ കുഴപ്പമില്ല, നല്ല അല്ലേ? എന്നാലും ഒന്ന് നോക്കണം. ഒരു മിനിറ്റ്, ഒന്നിങ്ങോട്ട് വന്നേ. ആ ഒന്നേ ഞാൻ പറഞ്ഞുതരാം. അല്ല, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആ, കുഴപ്പമില്ല. സെക്യൂർ മുതലാളി വിചാരിച്ച നടക്കാത്ത കാര്യണ്ടാ. അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് കൊടുക്കാം. ബാക്കിക്ക് 1 മാസത്തെ അവധി വാങ്ങാം. എന്താ പോരെ? ഓ, അത് മതി. ആ, നാളെ നിലമ്പൂരിന്ന് പോണം. അവിടെ 8 ഏക്കർ ഉണ്ട്. അഡ്വാൻസ് എടുത്ത് പോരാ? ആ, നോക്കാം. എന്നാ ശരി, ഞാൻ വരട്ടെ. ഓക്കെ. കേറി സമയം ഒരുപാടായി. ഇനിയിപ്പോ എവിടെയൊക്കെ പോകാനുള്ളതാ. എന്നാ ശരി, ഓക്കെ. ശരി. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അനക്കൊരു പെണ്ണുകെട്ടനെ കുറിച്ച് ആലോചിക്കും. അതാണ് അതിന്റെ മാന്യത. ചൊറുക്കുള്ള പെൺകുട്ടികളുടെ അനവധി നിരവധി ഫോട്ടോയും കൊണ്ടുവന്നിക്കണേ. ഇജ്ജ് കൊണ്ടുവന്നായത് കൊണ്ടൊന്ന് നോക്കണത്. ആ, ഇത് കുഴപ്പമില്ല. ഇത് അനക്ക് കിട്ടൂല. എന്റെ സിനിമാ നടി സിന്ധുമേനന്റെ ഫോട്ടോ. ഇതാണ് മാറ്റിക്കളാ. ചൊറുക്കുള്ള പെൺകുട്ടികൾ വേറെ ഉണ്ടല്ലോ അതില്. ആ, നോക്ക് നോക്ക്. പിന്നെ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചൂപ്പ് കിനിഞ്ഞോ, കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ. പെണ്ണേ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചൂപ്പ് കിനിഞ്ഞോ, കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ. നാണത്താൽ കാൽവിരൽ കൊണ്ടൊരു സുൽത്താന്റെ ചിത്രം വരച്ചോ, നാണത്താൽ കാൽവിരൽ കൊണ്ടൊരു സുൽത്താന്റെ ചിത്രം വരച്ചോ. നാളത്തെ രാവിനെയോർത്ത് ഉടലാകെ കോരിത്തരിച്ചോ, നാളത്തെ രാവിനെയോർത്ത് ഉടലാകെ കോരിത്തരിച്ചോ. പിന്നെ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചോപ്പ് കിനിഞ്ഞോ, കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ. മൊഹബത്തിൻ നിശലും മൂളി വരുന്നുണ്ടല്ലോ മണവാളൻ, മോഹത്തിൻ വെള്ളിത്തേരിൽ നിന്നെ കൂട്ടിയണഞ്ഞിടാൻ. മൊഹബത്തിൻ നിശലും മൂളി വരുന്നുണ്ടല്ലോ മണവാളൻ, മോഹത്തിൻ വെള്ളിത്തേരിൽ നിന്നെ കൂട്ടിയണഞ്ഞിടാൻ. മോദത്തിൻ വള്ളിക്കുടിലിൽ തന്തിന തനതിന പാടിയിടാൻ, കിന്നാരം ചൊല്ലിമയക്കി ഏഴാം സ്വർഗം കാണിക്കാൻ, ഏഴാം സ്വർഗം കാണിക്കാൻ. പിന്നെ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചൂപ്പ് കിനിഞ്ഞോ, കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ. പെണ്ണേ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചൂപ്പ് കിനിഞ്ഞോ, കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ. നാണത്താൽ കാൽവിരൽ കൊണ്ടൊരു സുൽത്താന്റെ ചിത്രം വരച്ചോ, നാണത്താൽ കാൽവിരൽ കൊണ്ടൊരു സുൽത്താന്റെ ചിത്രം വരച്ചോ. നാളത്തെ രാവിനെയോർത്ത് ഉടലാകെ കോരിത്തരിച്ചോ, നാളത്തെ രാവിനെയോർത്ത് ഉടലാകെ കോരിത്തരിച്ചോ. പിന്നെ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചോപ്പ് കിനിഞ്ഞോ, കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ. അവന്റെ അമ്മേ, എന്താ ചീ കാട്ടുന്നത്? കുഴപ്പമില്ല കുഴപ്പമില്ല. നോക്കാം, മാന്യത വിട്ട് കളിക്കല്ലോ. എവിടെ ചെരുപ്പ് ചെരുപ്പ് അടിക്കാം. ആ, കട്ടക്കട്ടാണ് അടിച്ചു കൊടുക്ക്, അടിച്ചു കൊടുക്ക്. ആ
സാറേ വരൂ 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 ഞങ്ങളെ കാത്തിരിക്കാം അവിടുന്ന് അടിച്ച ആ അവിടെ അടിച്ചു ആ അധികം താമസിക്കണ്ട നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. അതാണ് അതിന്റെ മാന്യത. ചൗക്കത്താക്ക, ഇതാണ് ഞാൻ പറഞ്ഞ സെക്യൂർ. ഓന് ഗൾഫിൽ ബിസിനസ്സാണ്. ഗൾഫിൽ മാത്രല്ല ഇവിടെ ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാനാണേ. ഞാൻ സെക്യൂരിറ്റി അടിയനാണ്. ഞാൻ സെക്യൂരിന്റെ സെക്രട്ടറി ആണേ. സെക്രട്ടറിയോ? ഇതെന്താ സഹകരണ ബാങ്കാ? വിവരില്ലാത്ത ജീവിത വർത്താനം പറയാൻ നിക്കണ്ട. അതാണ് അതിന്റെ മാന്യത. എന്ത് സെക്രട്ടറി ആണെങ്കിലും അളിന്റെ അത്രക്കൊന്നും വരൂലല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 5 സമയം കളയണ്ട. മോളെ സീന, എന്നാ ചെറുക്കന് പെണ്ണിന് എന്തേലും പറയാണ്ടേ പറഞ്ഞോട്ടെ. അതാണ് അതിന്റെ മാന്യത. എൻ്റെ പേര് സക്കീർ. എനിക്ക് ഗൾഫിൽ ബിസിനസ്സാണ്. ഇവിടെ ഞാൻ കുറെ റബ്ബർ തോട്ടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയും വാങ്ങണം. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും കൂടി ഗൾഫിലേക്ക് പോവാം. ഞാൻ വിചാരിച്ച അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ആള് കണ്ട പോലെ ഒന്നും അല്ല, സുന്ദരിയാണല്ലോ. നിന്നവനേ തത്തക്കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോടു കിന്നാരം പറഞ്ഞവനേ. സക്കീറേ, എന്താ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ചോറി മേത്ത് കൂടിയാക്ക. എന്താ പറഞ്ഞേ? പോടാ സക്കീറേ, ഇവിടെ ഒരു വേലക്കാരത്തിനെ നിർത്തണം. കല്യാണം ആവുന്നതിന് മുമ്പ് വീടൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അന്റെ ഒപ്പം വേലക്കാ നല്ലതേ കുഞ്ഞാപ്പുട്ടിയാണ്. ദേ നോക്ക്, എന്റെ കൈ ചൂല നല്ലോണം വെച്ചിട്ട് പറഞ്ഞേക്കാം. ആ, ഇനി നമ്മൾ കല്യാണം വിളിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് അതിന്റെ മാന്യത. അന്റെ വലക്കമല മാനത്തെ നിർത്തോജി. ഛേ, അതൊക്കെ പോട്ടെ. നമ്മൾ കല്യാണം വിളിക്കുമ്പോ നാട്ടിലുള്ള പണക്കാരെയും പ്രമാണിമാരെയും കംപ്ലീറ്റ് വിളിക്കണം. എവിടുന്നൊക്കെ പണക്കാരെ കിട്ടും അവിടുന്നൊക്കെ കൊണ്ടുവരണം. ഇന്റെ കല്യാണത്തിന് റോഡ് മുഴുവൻ കാറുകൾ ഇങ്ങനെ നിരന്ന് കിടക്കണം. ആ, നേരത്താന്ന് നമ്മള് നേരത്തും. അതിന് എത്ര ചെലവായാലും കുഴപ്പമില്ല. ഇതേമാതിരി ഒരു കല്യാണം ഇനി നാട്ടിലുണ്ടാകാൻ പാടില്ല. ഓഡിറ്റോറിയം ഞാൻ ബുക്ക് ചെയ്തിക്കണ്. അവിടെ നമുക്കൊരു ഉത്സവമാണ് നടത്താം. പോരെ? അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ഇങ്ങനെ നോക്കിക്കാനല്ലേ? വേണ്ടതൊക്കെ ചെയ്തോളി. ഒന്നിനൊരു കുറവുണ്ടായിരുന്നു. പിന്നൊരു കാര്യം, ഒരൊറ്റ ദരിദ്രവാസിനെ അവിടെ കാണാൻ പാടില്ല. കാണാൻ സ്റ്റാൻഡേർഡിലോലും മാത്രം വന്നാ മതി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കല്യാണത്തിന് വരാൻ പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കുളിച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് വരാം. കുളിച്ചിട്ട് കൊറേ അയക്കണേ.